കോഴിക്കോട് DMO ആസ്ഥാനത്ത് മുൻ DMO ഡോക്ടർ രാജേന്ദ്രന് തുടരാമെന്ന് ഹൈക്കോടതി. ഒരു മാസത്തേക്ക് തൽസ്ഥിതി തുടരാനാണ് നിർദ്ദേശം. ജനുവരി 9-ന് കേസ് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഒരേ ദിവസം 2 DMOമാർ ഒരു ഓഫീസിൽ വന്നിരിക്കുന്ന കാഴ്ചയ്ക്ക് കേരളം സാക്ഷിയായി. ഇപ്പോൾ കോടതി അതിൽ ചെറിയൊരു ആശ്വാസം രാജേന്ദ്രന്റെ കാര്യത്തിൽ വരുത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമായി കോഴിക്കോട് DMOമാരുടെ കസരകളി തന്നെയാണ് ഈ വിഷയം വലിയ രീതിയിലുള്ള പ്രാധാന്യത്തിലേക്കും വിവാദത്തിലേക്കും വഴിവെച്ചത്. നിലവിൽ ഈ സ്ഥലംമാറ്റ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർ രാജേന്ദ്രൻ അടക്കം 3 ഡോക്ടർമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഡിസംബർ 9-ന് ഇറക്കിയ സ്ഥലംമാറ്റ ഉത്തരവിന്മേലുള്ള ഒരു സ്റ്റേ ഉണ്ട്. ആ സ്റ്റേയുടെ തൽസ്ഥിതി തുടരാനായിട്ടാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു മാസത്തേക്ക് തൽസ്ഥിതി തുടരണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും പ്രസ്തുത ഹർജികൾ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കും. അതിനിടയിലാണ് താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ നിലവിൽ ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് DMO ആയിട്ട് ഡോക്ടർ രാജേന്ദ്രന് ഒരു മാസത്തേക്ക് തുടരാനാകും. പിന്നീട് ഹൈക്കോടതിയുടെ ഹർജിയുടെ ആ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും മറ്റു തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാകുക. നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യ വകുപ്പ് മറ്റൊരു ഉത്തരവ് ഇറക്കിക്കൊണ്ട് ആശാദേവിയെ കോഴിക്കോടും അതോടൊപ്പം തന്നെ രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരുന്നു. പക്ഷെ അത് ഫലവത്താകില്ല. കാരണം നിലവിൽ ഹൈക്കോടതി ഈ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് DMO ആയിട്ട് രാജേന്ദ്രന് തന്നെ തുടരാൻ സാധിക്കും. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഹൈക്കോടതി പ്രസ്തുത ഹർജി പരിഗണിക്കുകയും ചെയ്യും. ശരി, കോഴിക്കോട് DMO സ്ഥാനത്ത് മുൻ DMO ഡോക്ടർ രാജേന്ദ്രന് തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഒരു മാസത്തേക്ക് തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്.